നമസ്കാരം. ലോകം ഏത് നിമിഷവും ഒരു മൂന്നാം ലോക മഹായുദ്ധം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ അത് ആര്, എപ്പോൾ, എവിടെ തുടങ്ങുമെന്ന കാര്യത്തിൽ മാത്രമാണ് സംശയം നിലനിൽക്കുന്നത്. അതിനപ്പുറം യുദ്ധത്തിന്റെ സാധ്യതകൾ യാഥാർത്ഥ്യത്തിലേക്ക് വഴിമാറുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം ബാക്കി നിൽക്കുന്നുമില്ല. ലോക നേതാക്കന്മാരൊക്കെ പരസ്പരം യുദ്ധത്തിന്റെ ഉത്തരവാദിത്തം കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനെ നേരിടാൻ ലോകത്തിന് ത്രാണിയുണ്ടോ എന്ന കാര്യമാണ് ചിന്തിക്കേണ്ടത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമിട്ടു കഴിഞ്ഞുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. BBC-ക്ക് നൽകിയ അഭിമുഖത്തിലാണ് സെലൻസ്കി തന്റെ ആശങ്ക പങ്കുവച്ചത്. പുടിൻ ഇതിനോടകം യുദ്ധം ആരംഭിച്ചുവെന്നും റഷ്യയുടെ അധിനിവേശത്തെ പ്രതിരോധിക്കുന്നതിലൂടെ ലോക മഹായുദ്ധം പൂർണ്ണതോതിലാകുന്നത് തടയാനാണ് യുക്രൈൻ ശ്രമിക്കുന്നതെന്നും സെലൻസ്കി തുറന്നടിച്ചു. ഇക്കാര്യത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമാണ് തന്റെ കാഴ്ചപ്പാട് എന്നും അദ്ദേഹം പറഞ്ഞു. പുടിൻ യുദ്ധം ആരംഭിച്ചോ എന്നുള്ളതാണ് ഇതിൽ ആദ്യത്തെ ചോദ്യം. അതാണ് ആദ്യം വിശകലനം ചെയ്യേണ്ടത്. 2022 ഫെബ്രുവരി 24-ന് റഷ്യ യുക്രൈനിൽ സൈനിക അധിനിവേശം ആരംഭിച്ചു. ഇത് യൂറോപ്പിൽ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഉണ്ടായ ഏറ്റവും വലിയ സൈനിക സംഘർഷമായി കണക്കാക്കപ്പെടും. ഈ നടപടി അന്താരാഷ്ട്ര നിയമലംഘനമാണ് എന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ പോലും വിലയിരുത്തി. അതേസമയം റഷ്യ സ്വന്തം സുരക്ഷാ ആശങ്കകളും നാറ്റോയുടെ കിഴക്കോട്ടുള്ള വിപുലീകരണവുമാണ് ആക്രമണത്തിന് കാരണമെന്ന നിലപാട് സ്വീകരിച്ചു. ഇതിൽ തന്നെ യുദ്ധം ആരംഭിച്ചോ എന്ന ചോദ്യത്തിന് ഉത്തരം വ്യക്തമാണ്. റഷ്യ യുക്രൈനെതിരെ ഒരു സമ്പൂർണ്ണ സൈനിക ആക്രമണം ആരംഭിച്ചു. എന്നാൽ അതിനെ മൂന്നാം ലോക മഹായുദ്ധം എന്ന് വിളിക്കാമോ എന്നത് വ്യാഖ്യാന പ്രകാരം വ്യത്യാസപ്പെടുന്നു. ലോക മഹായുദ്ധം എന്നത് സാധാരണയായി പല പ്രധാന ശക്തികളും നേരിട്ട് ഏറ്റുമുട്ടുന്ന ലോകവ്യാപകമായ സൈനിക സംഘർഷമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ US-ഉം യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈനിന് സൈനിക സാമ്പത്തിക പിന്തുണ നൽകുന്നുണ്ടോ എങ്കിലും അവർ നേരിട്ട് റഷ്യക്കെതിരെ യുദ്ധത്തിൽ പ്രവേശിച്ചിട്ടില്ല. എന്നാൽ ഈ യുദ്ധം ലോക മഹായുദ്ധമായി മാറുമോ എന്ന ചോദ്യമാണ് ഇവിടെ കൂടുതൽ പ്രസക്തമായിട്ടുള്ളത്. ഈ സംഘർഷം കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യതകൾ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. റഷ്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സും നയിക്കുന്ന പാശ്ചാത്യ സഖ്യവും തമ്മിൽ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ആഗോളതലത്തിൽ വലിയ യുദ്ധത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് റഷ്യ ഒരു ആണവ ശക്തിയാണ് എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ആണവായുധങ്ങളുടെ ഉപയോഗം സംഭവിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ലോകമെമ്പാടും അനുഭവപ്പെടും. അതേസമയം നയതന്ത്ര ശ്രമങ്ങളും സാമ്പത്തിക ഉപരോധങ്ങളും വഴി സംഘർഷം നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നത് യുദ്ധഭീഷണിയുടെ ഭയം കുറയ്ക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ്. പല രാജ്യങ്ങളും സമാധാന ചർച്ചകൾക്ക് ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും നിലപാടുകളിൽ വലിയ വ്യത്യാസം നിലനിൽക്കുന്നു എന്നതാണ് ഇപ്പോഴും യുദ്ധഭീതി പൂർണ്ണമായും ഒഴിഞ്ഞു പോകാത്തതിന്റെ കാരണം. എന്നാൽ ഈ അനിശ്ചിതത്വം നീണ്ടുപോയാൽ ലോകത്തിന്റെ അല്ലെങ്കിൽ ഈ രാജ്യങ്ങളുടെ ഭാവി അവസ്ഥ എന്താകുമെന്ന കാര്യവും ചിന്തിക്കേണ്ടതുണ്ട്. യുദ്ധം ദീർഘകാലമായി തുടരുകയാണെങ്കിൽ ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാകാം. ഊർജ്ജവില, ഭക്ഷ്യവില, അഭയാർത്ഥി പ്രശ്നങ്ങൾ തുടങ്ങിയവ ഇതിനകം തന്നെ ആഗോളതലത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. യൂറോപ്പിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ പുനഃപരിശോധിക്കപ്പെടുകയാണ്. കൂടാതെ ചൈന പോലുള്ള ശക്തികളുടെ നിലപാട് ഭാവി അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിർണായകമാകും. സെലൻസ്കിയുടെ പ്രസ്താവന ഒരു മുന്നറിയിപ്പായി കാണാം. യുക്രൈനിലെ യുദ്ധം നിയന്ത്രിക്കപ്പെടാതെ പോവുകയാണെങ്കിൽ അത് വലിയ ശക്തികളുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴിമാറാം. എന്നിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഇത് മൂന്നാം ലോക മഹായുദ്ധമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ആ സാധ്യത ഒഴിവാക്കാൻ ലോക നേതാക്കൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടെയും നയതന്ത്ര ചർച്ചകളോടെയും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് നിലവിലെ യാഥാർത്ഥ്യം.